കോൺഗ്രസ് വളരെ സൂക്ഷിക്കണം. UDFിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഈ കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിയാണ് മറ്റുള്ള ഘടകകക്ഷികളെല്ലാം നിലനിൽക്കുന്നത്. ഇവിടെ കോൺഗ്രസ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഈ വിജയം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഓരോ നേതാക്കന്മാരും ചാനലുകളുടെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ചാനലുകളുടെ മുഖ്യ ദൗത്യം ഇവരിൽ നിന്നും എന്തെങ്കിലും ഒരു കുണിഷ്ട് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് അവർ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹൈലൈറ്റ് ചെയ്ത് അതെ അവർ ഇങ്ങനെ പറഞ്ഞു, ഇന്നാൾ ഇന്നത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകാർ ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവർ മേക്കും കൊണ്ട് വന്നിട്ട് കുത്തി തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ CPMൽ നമ്മുടെ ഗോവിന്ദ മാഷും അതുപോലെ EP ജയരാജനൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ കണ്ടില്ല. അവർ ഈ ചാനലുകാർ തന്നെ എന്നിട്ട് ഇവരെ മണ്ടന്മാരെന്ന് വിളിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ കാണേണ്ടത് UDFിൻ്റെ നേതാക്കൾ എപ്പോഴും ചാനലിൻ്റെ മുന്നിൽ വരുമ്പോൾ അളന്ന് കുറച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. വിജയം ആഘോഷിക്കുമ്പോൾ അവരെ ഒരുപാട് കളിയാക്കിയിട്ടുള്ള രീതിയല്ല വേണ്ടത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞങ്ങൾ പല കാര്യങ്ങളും ഇപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ശ്രമിക്കും. അതിനൊരു അറുതി വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് തിരിച്ചടിക്കും. കാരണം ഇനിയിപ്പോൾ ഈ CPM എങ്ങനെയെങ്കിലും ഇത് പിടിച്ചു നിൽക്കണം. കാരണം ഇന്ത്യയിൽ ഈ പാർട്ടി ഇല്ലാതെയായി പോവും. ഇതോടുകൂടി CPM തോറ്റു കഴിഞ്ഞാൽ അവരതുകൊണ്ട് അരയും തലയും മുറുക്കി പല പല തന്ത്രങ്ങളും മെയ്യും. അപ്പം ഇവിടെ UDFിൻ്റെ നേതാക്കൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇത് മതി ജനങ്ങൾക്ക്. ഇവർ ചൊവ്വാവില്ല. അവർ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പാർട്ടീനെ മാറ്റാനായത്. ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPMനെ മാറ്റിക്കളയണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ ആളുകളെ ഭരിക്കാൻ വേണ്ടി, കേരളം ഭരിക്കാൻ വേണ്ടി കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഐക്യമില്ലാതെ തോന്നിമാതിരി സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുമ്പോൾ ഇവർ കോൺഗ്രസ് ചൊവ്വാവില്ല, അവരെ കയറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തല്ലിട്ട് ഇങ്ങനെ ലഹളയുണ്ടാക്കി മുന്നോട്ട് പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവരെ കയറ്റിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത ജനങ്ങളിലേക്ക് കൊടുക്കരുതൊരിക്കലും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും തോൽവി ഉണ്ടാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിച്ചു എന്ന് വിചാരിച്ചിട്ട് മതിമറുക്കരുത്, വളരെ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാറ് ചാനലിൽ പറയുന്ന ഒരു രംഗമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലതും അവർ മീഡിയ വൺ കുത്തി ചോദിക്കുന്നുണ്ട്. അവസാനമല്ല അതിൻ്റെ ഇടയിൽ അൻവറിൻ്റെ കാര്യം ചോദിച്ചു, PV അൻവറിൻ്റെ കേസ്. അപ്പോൾ PV അൻവറിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ളൊരു ധ്വനിയാണ് അതിൽ നിന്ന് വരുന്നത്. PV അൻവർ എന്ന് പറയുന്ന ആളെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയും. ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഈ PV അൻവർ. അപ്പോൾ അതുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടുള്ള അയാളെ അവിടെ തോൽപ്പിച്ചത് വീണ്ടും. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും എന്ത് പറയുമ്പോഴും ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡൻറ്റ് വേറെ കാര്യം പറയുക, പ്രതിപക്ഷ നേതാവ് അതിന് വിപരീതമായ വേറെ കാര്യം പറയുക. ഇതൊക്കെ പറയുമ്പോൾ ജനങ്ങൾ കരുതുന്നത് ഇവർ തമ്മിൽ ഐക്യമില്ല, വീണ്ടും പ്രശ്നമാവും, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇവരെല്ലാവരും കടിപിടി കൂടാണ് എന്നുള്ളൊരു ധ്വനി അവിടെ ഉണ്ടാകുന്നു. അതിനെ ഹൈലൈറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അത് ഉയർത്തി കാണിക്കാൻ ഇപ്പോഴത്തെ ഭരണപക്ഷം ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം. എന്തിനാ നമുക്ക് ഒറ്റ കാര്യം, UDFിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്ത് ഇവിടെ നല്ല ഭരണം ഉണ്ടാക്കുക, അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അത് പറയുക, വേറെ ഒന്നും ഇവിടെ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവർ ഭരിക്കുന്ന സർക്കാർ വൻ അഴിമതി നടത്തുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷത്തിൽ നിന്ന് ജനങ്ങളെ ഇനി ഭരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഐക്യത്തോട് കൂടി നിന്നിട്ട് നല്ലൊരു ഭരണം, ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന, അമിതമായ ടാക്സുകളൊക്കെ ഒഴിവാക്കി ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് മാത്രം ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരും. തിരിച്ചു വന്നാൽ നല്ല രീതിയിൽ ഭരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ജനങ്ങളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി കളയും. ഇവിടെ ഭരണം കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ തൊഴിലുറപ്പ്
പദ്ധതി തന്നെ അവതാളത്തിലായി. വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ അമിതമായ ടാക്സ്, പെട്രോളിന് വില കുറയ്ക്കുക, ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ UDF തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ട്, നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട്, നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ വരണം. അതിന് നിങ്ങൾ തയ്യാറായി പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്.